നമ്മൾ ഇനി പ്രധാനമായിട്ടും ഈ കലാപത്തെക്കുറിച്ച് പഠിക്കുന്നത് കലാപത്തിൻ്റെ വിശേഷണങ്ങളാണ്. PSC ഓറിയൻറ്റഡ് ആയിട്ട് ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. 1857 കലാപത്തെ വിശേഷിപ്പിച്ചത് ആരൊക്കെ എന്നുള്ളത് വിശേഷണങ്ങൾ നോക്കാം. ഈ കലാപത്തെ PSC ഓറിയൻറ്റഡ് ആയിട്ട് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് ഈ കലാപത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ച ഇന്ത്യൻ ദേശീയവാദിയാണ് VD സവർക്കർ അഥവാ വിനായക ദാമോദര സവർക്കർ അഥവാ വീര സവർക്കർ എന്നൊക്കെ അറിയപ്പെട്ടു. ഓക്കെ, ഈ കലാപത്തെ എന്തെന്ന് വിശേഷിപ്പിച്ചു? ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം. ഒരുപാട് വട്ടം റിപ്പീറ്റേഷൻ ചോദിച്ചുള്ള ഒരു ചോദ്യമാണ് ഏത്? ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് ആർ? ഈ കലാപത്തെ ഇദ്ദേഹം വിശേഷിപ്പിച്ചത് ഇദ്ദേഹത്തിൻ്റെ പുസ്തകമായ ദ ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് 1857 1857 ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം എന്ന പുസ്തകത്തിലാണ് ഈ വിശേഷണം അദ്ദേഹം കൊടുത്തത്. 1909 ആ പുസ്തകം റിലീസ് ചെയ്തത്. ആ വർഷം തന്നെ നിരോധിക്കുകയും പിന്നീട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ 1947 ഈ പുസ്തകം പിന്നീട് വെളിച്ചം കണ്ടത്. ഓക്കെ, അപ്പോൾ വിപ്ലവകാരികളൊക്കെ ഒരുപാട് സ്വാധീനിച്ച ഒരു പുസ്തകമായിരുന്നു ഏത്? VD സവർക്കർ എഴുതിയ ദ ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് 1857. നമുക്ക് പുസ്തകങ്ങളെക്കുറിച്ച് മാത്രം 1957 കലാപത്തെക്കുറിച്ച് പുസ്തകങ്ങളെക്കുറിച്ച് മാത്രം ഒരു ടോപ്പിക് എടുക്കാനുണ്ട്. അപ്പോൾ അതിൽ ഞാൻ വിശദമായിട്ട് പറയാം. ഓക്കെ, ഈ കലാപത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ച ഇന്ത്യൻ ദേശീയവാദിയായിരുന്നു VD സവർക്കർ. ഈ കലാപത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ച കമ്മ്യൂണിസ്റ്റ് ചിന്തകനായിരുന്നു ആര്? കാറൽ മാക്സ്. കാറൽ മാക്സ് 1857 കാലഘട്ടത്തിൽ തന്നെ ന്യൂയോർക്ക് ട്രിബ്യൂണൽ എന്ന പത്രത്തിൽ ഇതിനെക്കുറിച്ച് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചു. ന്യൂയോർക്ക് ട്രിബ്യൂണൽ എന്ന പത്രത്തിൽ. ഓക്കെ, ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ച ദേശീയവാദിയാണ് ആര്? VD സവർക്കർ. ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ച കമ്മ്യൂണിസ്റ്റ് ചിന്തകനായിരുന്നു ആര്? കാറൽ മാക്സ്. PSC ചോദിച്ചുള്ള മറ്റൊരു ചോദ്യമായിരുന്നു ഈ കലാപത്തെ ഒരു ആഭ്യന്തര കലാപം, സിവിൽ റബല്യൻ, ഇന്റേണൽ റയറ്റ് എന്നൊക്കെ വിശേഷിപ്പിച്ച ആളായിരുന്നു SB ചൗധരി. എന്തായിരുന്നു? ആഭ്യന്തര കലാപം എന്ന് വിശേഷിപ്പിച്ചത്. ഈ കലാപത്തെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരങ്ങളിലെ ഇതിഹാസം എന്ന് വിശേഷിപ്പിച്ച ആളായിരുന്നു സോമനാഥ് ചാറ്റർജി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരങ്ങളിലെ ഇതിഹാസം എന്ന് ഇന്ത്യൻ പാർലമെന്റിൽ വിശേഷിപ്പിച്ച ആളായിരുന്നു ആര്? സോമനാഥ് ചാറ്റർജി. ഓക്കെ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരങ്ങളിലെ ഇതിഹാസം. ഈ കലാപത്തെ ആദ്യത്തേതോ ദേശീയമോ സ്വാതന്ത്ര്യ സമരമോ ആയിരുന്നില്ല എന്ന് വിശേഷിപ്പിച്ച ഇന്ത്യൻ ഹിസ്റ്റോറിയനാണ്, ഇന്ത്യൻ ചരിത്രകാരനായിരുന്നു ആര്? RC മജുംദാർ. എന്തായിരുന്നു? ആദ്യത്തേതോ ദേശീയമോ സ്വാതന്ത്ര്യ സമരമോ ആയിരുന്നില്ല എന്ന് വിശേഷിപ്പിച്ച ഇന്ത്യൻ ഹിസ്റ്റോറിയനായിരുന്നു ആര്? RC മജുംദാർ. നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. വേറൊരു മജുംദാർ ഉണ്ട്, AC മജുംദാർ, അംബിക ചരൺ മജുംദാർ. അത് INCയുടെ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്ന INC സമ്മേളനത്തിൽ അധ്യക്ഷനായിരുന്നുള്ള ഒരു വ്യക്തിയായിരുന്നു AC മജുംദാർ. രണ്ടും രണ്ടാളുകളാണ്. ഓക്കെ, അപ്പോൾ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ച ഇന്ത്യൻ ദേശീയവാദിയാണ് VD സവർക്കർ. ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ച കമ്മ്യൂണിസ്റ്റ് ചിന്തകനായിരുന്നു കാറൽ മാക്സ്. ഇതിനെ ഒരു ആഭ്യന്തര കലാപം എന്ന് വിശേഷിപ്പിച്ച ആളായിരുന്നു ആര്? SB ചൗധരി. ഇതിനെ ആദ്യത്തേതോ ദേശീയമോ സ്വാതന്ത്ര്യ സമരമോ ആയിരുന്നില്ല എന്ന് വിശേഷിപ്പിച്ച ഇന്ത്യൻ ചരിത്രകാരനായിരുന്നു RC മജുംദാർ. ഈ കലാപത്തെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരങ്ങളിലെ ഇതിഹാസം എന്ന് ഇന്ത്യൻ പാർലമെന്റിൽ വിശേഷിപ്പിച്ച ആളായിരുന്നു ആര്? സോമനാഥ് ചാറ്റർജി. ശ്രദ്ധിക്കാം, ഈ കലാപത്തെ ഫ്യൂഡൽ ഇന്ത്യയുടെ അവസാനത്തെ ചിറകിടി എന്ന് വിശേഷിപ്പിച്ച ആളായിരുന്നു ജവഹർലാൽ നെഹ്റു. ഈ കലാപത്തെ ഫ്യൂഡൽ ഇന്ത്യയുടെ അവസാന ചിറകിടി എന്ന് വിശേഷിപ്പിച്ച ആളായിരുന്നു ആര്? ജവഹർലാൽ നെഹ്റു. ഈ കലാപത്തെ ഫ്യൂഡൽ പ്രതി വിപ്ലവം എന്ന് വിശേഷിപ്പിച്ച ആളായിരുന്നു MN റോയ്, മാനവേന്ദ്ര നാഥ് റോയ്, MN റോയ്. ഓക്കെ, ഫ്യൂഡൽ ഇന്ത്യയുടെ അവസാന ചിറകിടി എന്ന് വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു, ഫ്യൂഡൽ പ്രതി വിപ്ലവം എന്ന് വിശേഷിപ്പിച്ചത് MN റോയ്. PSC ഓറിയന്റഡ് ആയിട്ട് ചോദ്യങ്ങൾ കൂടുതൽ വന്നിട്ടുള്ളത് ഈ കലാപത്തെ ശിപ്പായി ലഹള എന്ന് വിശേഷിപ്പിച്ച ആളായിരുന്നു ജോൺ ലോറൻസ് ആൻഡ് ജോൺ സീലി. എന്തായിരുന്നു വിശേഷിപ്പിച്ചത്? ശിപ്പായി ലഹള എന്ന് വിശേഷിപ്പിച്ച ആളായിരുന്നു ആര്? ജോൺ ലോറൻസ് ആൻഡ് സീലി. ഈ കലാപത്തെ ബ്രിട്ടീഷ് പാർലമെന്റിൽ നാഷണൽ അപ്രൈസിംഗ്, ദേശീയ കലാപം, നാഷണൽ റിവോൾട്ട്, നാഷണൽ അപ്രൈസിംഗ്, ദേശീയ ഉയർത്തെഴുന്നേൽപ്പ് എന്നൊക്കെ ബ്രിട്ടീഷ് പാർലമെന്റിൽ വിശേഷിപ്പിച്ച ആളാണ് ആര്? ബെഞ്ചമിൻ ഡിസ്രേലി. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പോയിന്റുകൾ ഏറ്റവും കൂടുതൽ PSC ചോദിച്ചിട്ടുള്ള ഒന്നായിരുന്നു ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത്.
അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ബെഞ്ചമിൻ ഡിസ്രേലി പറഞ്ഞത്. എന്തായിരുന്നു? ദേശീയ കലാപം, ദേശീയ ഉയർത്തെഴുന്നേൽപ്പ്, നാഷണൽ അപ്രൈസിംഗ്, നാഷണൽ റിവോൾട്ട് എന്നൊക്കെ വിശേഷിപ്പിച്ചു ബ്രിട്ടീഷ് പാർലമെന്റിൽ. ആരായിരുന്നു? ബെഞ്ചമിൻ ഡിസ്രേലി. ഈ 2 പോയിന്റുകളും ഒരുപാട് വട്ടം ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എന്തായിരുന്നു? ശിപ്പായി ലഹള, ജോൺ ലോറൻസ് ആൻഡ് സീലി. ആഭ്യന്തര കലാപം, ഇതും പ്രീവിയസ് തന്നെയാണ്. ആഭ്യന്തര കലാപം ഇതൊന്നും ചോദിച്ച് കണ്ടിട്ടില്ല അധികം. ഈ 4 പോയിന്റുകളും വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എന്തൊക്കെയായിരുന്നു? ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് വി ഡി സവർക്കർ. ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് വി ഡി സവർക്കർ. ആഭ്യന്തര കലാപം എന്ന് വിശേഷിപ്പിച്ചത് എസ് ബി ചൗധരി. ആഭ്യന്തര കലാപം. ശിപ്പായി ലഹള എന്ന് വിശേഷിപ്പിച്ചത് ജോൺ ലോറൻസ് ആൻഡ് സീലി. നാഷണൽ അപ്രൈസിംഗ്, നാഷണൽ റിവോൾട്ട്, ദേശീയ ഉയർത്തെഴുന്നേൽപ്പ്, ദേശീയ കലാപം എന്നൊക്കെ ബ്രിട്ടീഷ് പാർലമെന്റിൽ വിശേഷിപ്പിച്ചത് ബെഞ്ചമിൻ ഡിസ്രേലി. ഓക്കെ, ഈ കലാപത്തെ ഉയർത്തെഴുന്നേൽപ്പ്, അപ്രൈസിംഗ് എന്ന് വിശേഷിപ്പിച്ച ആളാണ് വില്യം ഡാർ ലിംബിൾ. വില്യം ഡാർ ലിംബിളിൻ്റെ പുസ്തകമായ ദ ലാസ്റ്റ് മുഗൾ ഫോൾ ഓഫ് എ ഡൈനാസ്റ്റി എന്ന പുസ്തകത്തിലാണ് ഈ വിശേഷണം നൽകിയത്. എന്തായിരുന്നു? ഉയർത്തെഴുന്നേൽപ്പ്, ദി അപ്രൈസിംഗ്. എന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു? നാഷണൽ അപ്രൈസിംഗ്, നാഷണൽ റിവോൾട്ട് എന്നൊക്കെ വിശേഷിപ്പിച്ചത് ആരായിരുന്നു? ബെഞ്ചമിൻ ഡിസ്രേലി. എന്നാൽ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് വിശേഷിപ്പിച്ചത് ആരായിരുന്നു? വില്യം ഡാർ റിംബിൾ. തെറ്റിക്കരുത്. ഓക്കെ, അപ്രൈസിങ്ങും നാഷണൽ അപ്രൈസിങ്. ഇതിൽ PSC ചോദിച്ചുള്ളത് നാഷണൽ അപ്രൈസിങ് ആണ്. ഓക്കെ, നമ്മളിപ്പോൾ പറയുന്ന പോയിന്റുകൾ, അതായത് നിങ്ങൾ ഈ വില്യം ഡാർ റിംബിൾ വരെ പോയിന്റുകൾ ഇമ്പോർട്ടൻ്റ് ആണ്, അത് നിർബന്ധമായും പഠിക്കേണ്ടതാണ്. ബാക്കിയുള്ളത് എക്സ്ട്രാ പോയിന്റിൽ നിങ്ങൾ പഠിച്ചാൽ മതി. നമ്മുടെ തലച്ചോറിൽ കുറേ കാര്യങ്ങൾ, കുറേ ഫാക്റ്റുകൾ നമ്മൾ എടുത്തിട്ടിട്ട് ആവശ്യമുള്ളത് നമുക്ക് ആവശ്യ സമയത്ത് ഉപയോഗിക്കാൻ പറ്റാതെയാവും. അപ്പോൾ ആവശ്യമുള്ള പോയിന്റുകൾ മാത്രം കൂടുതൽ ഫീഡ് ചെയ്ത് വയ്ക്കുക. അനാവശ്യമായിട്ടുള്ളത് കണ്ണിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോവുക, അല്ലെങ്കിൽ വായിച്ച് പോവുക. ആ രീതിയിലായിരിക്കും. എന്ന് വെച്ചാൽ ഇപ്പോൾ മോഡേൺ ഇന്ത്യ ആയാലും പ്രാചീന ഇന്ത്യയിൽ ആയാലും മിഡീവൽ ഇന്ത്യ ആയാലും ചരിത്രം എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് വസ്തുതകളുണ്ട്. എല്ലാ ഫാക്റ്റും കൂടി നമ്മുടെ തലച്ചോറിൽ എടുത്തു വെക്കാൻ പറ്റില്ല. PSC ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുമ്പോൾ പ്രധാനപ്പെട്ടത് മാത്രം സ്റ്റോർ ചെയ്ത് വെക്കുക. മറ്റ് നമ്മൾ പോയിന്റുകൾ വായിച്ച് പോയി കഴിഞ്ഞാൽ തന്നെ ഓപ്ഷൻ കാണുമ്പോൾ ഓർമ്മ വരും നമുക്ക് കുറേ പോയിന്റുകളൊക്കെ. ഓക്കെ, അപ്പോൾ നിങ്ങളിത് എക്സ്ട്രയിൽ പഠിച്ചാൽ മതി. ഓക്കെ, പറയാം. ഈ കലാപത്തെ ഒരു കർഷക കലാപം എന്ന് വിശേഷിപ്പിച്ചതാണ് ഐറിക് സ്റ്റോക്സ്. കർഷക കലാപം എന്ന് വിശേഷിപ്പിച്ചാണ് ഐറിക് സ്റ്റോക്സ്. ഈ കലാപത്തെ ഹിന്ദു മുസ്ലിം ഗൂഢാലോചന, ബ്രിട്ടീഷുകാർക്കെതിരെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും നടത്തിയ ഗൂഢാലോചന എന്ന് വിശേഷിപ്പിച്ച ആളാണ് ജെയിംസ് ഔട്ട്രം. ഈ കലാപത്തെ ക്രിസ്തീയതയ്ക്കെതിരെയുള്ള വിശുദ്ധ യുദ്ധം, ഹോളി വാർ അഗൈൻസ്റ്റ് ക്രിസ്ത്യാനിറ്റി, ക്രിസ്തീയതയ്ക്കെതിരെയുള്ള വിശുദ്ധ യുദ്ധം എന്ന് വിശേഷിപ്പിച്ചത് LER റീസ് ആണ്. LER റീസ്. പരിഷ്കാരവും അപരിഷ്കൃതത്വവും തമ്മിലുള്ള സംഘർഷം. ഈ കലാപത്തെ പരിഷ്കാരവും അപരിഷ്കൃതത്വവും തമ്മിലുള്ള സംഘർഷം, കോൺഫ്ലിക്ട്സ് ബിറ്റ്വീൻ സിവിലൈസേഷൻ ആൻഡ് ബാർബേറിയസം എന്ന് വിശേഷിപ്പിച്ച ആളാണ് TR ഹോംസ്. ഒരു പോയിന്റ് കൂടിയും പഠിക്കുക. ജിഹാദ് അഗെയിൻസ്റ്റ് ബ്രിട്ടീഷ്, ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ജിഹാദ്. ഓക്കെ, ജിഹാദ് അഗെയിൻസ്റ്റ് ബ്രിട്ടീഷ്, ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ജിഹാദ് എന്ന് വിശേഷിപ്പിച്ചത് മൗലവി അഹമ്മദുള്ള. ഇതേതൊക്കെ വരെ നമ്മൾ പഠിക്കും സെൻറ്റേഴ്സുകൾ എടുക്കുന്ന സമയത്ത്. മൗലവി അഹമ്മദുള്ള, ജിഹാദ് അഗെയിൻസ്റ്റ് ബ്രിട്ടീഷ്, ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ജിഹാദായി ഈ കലാപത്തെ പ്രഖ്യാപിച്ചത് മൗലവി അഹമ്മദുള്ള. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ കലാപത്തെ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് വിശേഷിപ്പിച്ചത് വില്യം ഡാർ ലിംബിൾ. എന്നാൽ ദേശീയ ഉയർത്തെഴുന്നേൽപ്പ്, ദേശീയ കലാപം എന്നൊക്കെ വിശേഷിപ്പിച്ചത് ബെഞ്ചമിൻ ഡിസ്രേലി. ഈ കലാപത്തെ കർഷക കലാപം എന്ന് വിശേഷിപ്പിച്ചത് ആരായിരുന്നു? ഐറിക് സ്റ്റോക്സ്. ഹിന്ദു മുസ്ലിം ഗൂഢാലോചന, ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ ഹിന്ദു മുസ്ലിം ഗൂഢാലോചന എന്ന് വിശേഷിപ്പിച്ചത് ജെയിംസ് ഔട്ട് റം. ക്രിസ്തീയതയ്ക്കെതിരെയുള്ള വിശുദ്ധ യുദ്ധം എന്ന് വിശേഷിപ്പിച്ചത് LER റീസ്. പരിഷ്കാരവും അപരിഷ്കൃതത്വവും തമ്മിലുള്ള സംഘർഷം എന്ന് വിശേഷിപ്പിച്ചത് TR ഹോംസ്. ജിഹാദ് അഗെയിൻസ്റ്റ് ബ്രിട്ടീഷ്, ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ജിഹാദായി പ്രഖ്യാപിച്ചത് മൗലവി അഹമ്മദുള്ള. ഈ പോയിന്റുകളല്ലാതെ നിങ്ങൾ എക്സ്ട്രാ പോയിന്റിൽ പഠിച്ചാൽ മതി. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിശേഷണങ്ങൾ പഠിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് വി ഡി സവർക്കർ പറഞ്ഞ വിശേഷണമാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം. ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ച ആളാണ് ആര്? വി ഡി സവർക്കർ. ആഭ്യന്തര കലാപം എന്ന് വിശേഷിപ്പിച്ച ആളാണ് SB ചൗധരി. ആഭ്യന്തര കലാപം എന്ന് വിശേഷിപ്പിച്ച ആളായിരുന്നു SB ചൗധരി.
സഹോദരി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരങ്ങളിലെ ഇതിഹാസം എന്ന് ഇന്ത്യൻ പാർലമെന്റിൽ വിശേഷിപ്പിച്ച ആളായിരുന്നു സോമനാഥ് ചാറ്റർജി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരങ്ങളിലെ ഇതിഹാസം എന്ന് ഇന്ത്യൻ പാർലമെന്റിൽ വിശേഷിപ്പിച്ച ആളാണ് സോമനാഥ് ചാറ്റർജി. ആദ്യത്തേതോ ദേശീയമോ സ്വാതന്ത്ര്യ സമരമോ ആയിരുന്നില്ലെന്ന് വിശേഷിപ്പിച്ച ആളാണ് RC മജുംദാർ. AC മജുംദാർ അല്ല, അംബിക ചരൺ മജുംദാർ അല്ല, ഇന്ത്യൻ ഹിസ്റ്റോറിയൻ ആയിട്ടുള്ള RC മജുംദാറാണ് ആദ്യത്തേതോ ദേശീയമോ സ്വാതന്ത്ര്യ സമരമോ ആയിരുന്നില്ലെന്ന് വിശേഷിപ്പിച്ചത്. ശിപ്പായി ലഹള എന്ന് വിശേഷിപ്പിച്ച ആളാണ് ജോൺ ലോറൻസ് ആൻഡ് സീലി. ജോൺ ലോറൻസ് ആൻഡ് സീലി. ഇതിനെ ബ്രിട്ടീഷ് പാർലമെന്റിൽ നാഷണൽ അപ്രൈസിംഗ്, നാഷണൽ റിവോൾട്ട് എന്നൊക്കെ വിശേഷിപ്പിച്ച ആളാണ് ബെഞ്ചമിൻ ഡിസ്രേലി. എന്നാൽ ഉയർത്തെഴുന്നേൽപ്പ്, ദി അപ്രൈസിംഗ് എന്ന് വിശേഷിപ്പിച്ച ആളാണ് വില്യം ഡാർ ലിംബിൾ. വില്യം ഡാർ ലിംബിൾ. ഇത്രയും പോയിന്റുകൾ മസ്റ്റായിട്ടും പഠിക്കേണ്ടതാണ് വിശേഷണങ്ങളിൽ. ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് പറഞ്ഞിട്ടുള്ള സവർക്കർ, അതുപോലെ തന്നെ ബെഞ്ചമിൻ ഡിസ്രേലി, അതുപോലെ തന്നെ ശിപ്പായി ലഹള എന്ന് വിശേഷിപ്പിച്ചത്, ഇതൊക്കെ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്യൂഡൽ ഇന്ത്യയുടെ അവസാന ചിറകടി എന്ന് വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു. ഓക്കെ, ശ്രദ്ധിക്കാം. ബ്രിട്ടീഷുകാർ ഈ കലാപത്തെ വിശേഷിപ്പിച്ചത് ചെകുത്താൻ്റെ കാറ്റ് എന്നായിരുന്നു. ഡെവിൾസ് വിൻഡ്. ചെകുത്താൻ്റെ കാറ്റ് എന്നാണ് ഈ കലാപത്തെ ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ചത്. നമുക്കിനി ഇതിൽ പഠിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ഭാഗമായിരുന്നു ഈ കലാപത്തെ കുറിച്ച് എഴുതിയ പുസ്തകങ്ങൾ, ബുക്സ് അബൌട്ട് 1857 റിവോൾട്ട്. ഓക്കെ, ശ്രദ്ധിക്കുക. ഈ കലാപത്തെ കുറിച്ച് എഴുതിയ VD സവർക്കർ എഴുതിയ പുസ്തകമാണ് ദ ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് 1857. 1857 ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം. 1857 ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം എന്ന പുസ്തകം. ഈ പുസ്തകത്തിലാണ് VD സവർക്കർ ഈ കലാപത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത്. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം. VD സവർക്കർ ഡ്രസ് റിഹേഴ്സൽ ഓഫ് ദ 1857 റിവോൾട്ട് എന്ന് വിശേഷിപ്പിച്ച കലാപമാണ് വെല്ലൂർ കലാപം. 1857 കലാപത്തിൻ്റെ ഡ്രസ് റിഹേഴ്സൽ എന്ന് അറിയപ്പെട്ട സംഭവമാണ് ഏത്? ബറക്പൂർ ലഹള. കഴിഞ്ഞ LDCക്ക് ചോദിച്ചിരുന്നു. ഓക്കെ, അപ്പോൾ ദ ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന പുസ്തകം രചിച്ചതാണ് ആര്? VD സവർക്കർ. ഈ കലാപത്തെ അടിസ്ഥാനപ്പെടുത്തി മഹത്തായ വിപ്ലവം, ഗ്രേറ്റ് റബല്യൻ എന്ന പുസ്തകം രചിച്ച ആളാണ് അശോക് മേത്ത. ഗ്രേറ്റ് റബല്യൻ എന്ന പുസ്തകം രചിച്ചാണ് ആര്? അശോക് മേത്ത. ഈ കലാപത്തെ അടിസ്ഥാനപ്പെടുത്തി മാത്സപ്രവാസ് എന്ന മറാത്ത പുസ്തകം രചിച്ചാണ് വിഷ്ണു ഭട്ട് ഗോഡ്സെ. മാത്സപ്രവാസ് എന്ന മറാത്ത പുസ്തകം രചിച്ചാണ് ആര്? വിഷ്ണു ഭട്ട് ഗോഡ്സെ. ഈ കലാപത്തെ അടിസ്ഥാനപ്പെടുത്തി മലയാളത്തിൽ എഴുതിയ നോവലാണ് അമൃതം തേടി. ഈ കലാപത്തെ അടിസ്ഥാനപ്പെടുത്തി മലയാളത്തിൽ എഴുതിയ നോവലായിരുന്നു അമൃതം തേടി. രചിച്ചത് മലയാറ്റൂർ രാമകൃഷ്ണനാണ്. മംഗൾ പാണ്ഡെക്ക് വേണ്ടിയിട്ടായിരുന്നു ഈ പുസ്തകം സമർപ്പിച്ചത്. ഓക്കെ, അപ്പോൾ ഈ കലാപത്തെ അടിസ്ഥാനപ്പെടുത്തി 1857 ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം ദ ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന പുസ്തകം രചിച്ച ആളാണ് VD സവർക്കർ. മഹത്തായ വിപ്ലവം എന്ന പുസ്തകം രചിച്ച ആളാണ് അശോക് മേത്ത. മാത്സപ്രവാസ് എന്ന മറാത്ത പുസ്തകം രചിച്ച ആളാണ് വിഷ്ണു ഭട്ട് ഗോഡ്സെ. അമൃതം തേടി എന്ന മലയാളം നോവൽ രചിച്ചാണ് മലയാറ്റൂർ രാമകൃഷ്ണൻ. ഈ പുസ്തകം സമർപ്പിച്ചതാണ് ആർക്ക് വേണ്ടി? മംഗൾ പാണ്ഡെക്ക് വേണ്ടി. ഈ കലാപത്തെ അടിസ്ഥാനപ്പെടുത്തി ദ ലാസ്റ്റ് മുഗൾ ഫാൾ ഓഫ് എ ഡൈനാസ്റ്റി, ബഹദൂർ ഷാ രണ്ടാമനെ പ്രധാന കഥാപാത്രമാക്കി വില്യം ഡാർ ലിംബിൾ രചിച്ച പുസ്തകമായിരുന്നു ദി ലാസ്റ്റ് മുഗൾ ഫാൾ ഓഫ് എ ഡൈനാസ്റ്റി. രചിച്ചാരായിരുന്നു? വില്യം ഡാർ ലിംബിൾ. വില്യം ഡാർ ലിംബിൾ. അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രശസ്തമായിട്ടുള്ള പുസ്തകം തന്നെയാണ് വൈറ്റ് മുഗൾ. ലാസ്റ്റ് മുഗളും വൈറ്റ് മുഗളും ആരുടെ പുസ്തകം തന്നെയായിരുന്നു? വില്യം ഡാർ ലിംബിൾ. അല്ലെ, ഈ വില്യം ഡാർ ലിംബിളിനെ നമ്മൾ മുന്നേ എന്തായിരുന്നു പഠിച്ചത്? ഈ കലാപത്തിൻ്റെ വിശേഷണം കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്ത് വിശേഷണമായിരുന്നു കൊടുത്തത്? ഉയർത്തെഴുന്നേൽപ്പ്. എന്തായിരുന്നു പറഞ്ഞത്? ദി അപ്രൈസിംഗ്. ഉയർത്തെഴുന്നേൽപ്പ് എന്ന് ഈ കലാപത്തെ വിശേഷിപ്പിച്ച ആളായിരുന്നു ആര്? വില്യം ഡാർ ലിംബിൾ. എന്നാൽ ഈ കലാപത്തെ നാഷണൽ അപ്രൈസിംഗ്, നാഷണൽ റിവോൾട്ട് എന്നൊക്കെ വിശേഷിപ്പിച്ച ആളായിരുന്നു ബെഞ്ചമിൻ ഡിസ്രേലി. ശ്രദ്ധിക്കാം, ഈ കലാപത്തെ അടിസ്ഥാനപ്പെടുത്തി ഡെവിൾസ് വിൻഡ്, ചെകുത്താൻ്റെ കാറ്റ് എന്ന പുസ്തകം നാനാ സാഹിബിനെ കേന്ദ്ര കഥാപാത്രമാക്കി എഴുതിയ പുസ്തകമായിരുന്നു, എഴുതിയ നോവലായിരുന്നു ഡെവിൾസ് വിൻഡ്. ചെകുത്താൻ്റെ കാറ്റ് എന്ന പുസ്തകം രചിച്ച ആളാണ് മനോഹർ മൽഗോൺകർ. ആരായിരുന്നു? മനോഹർ മൽഗോൺകർ. ആരെ കേന്ദ്ര കഥാപാത്രമാക്കി? നാനാ സാഹിബിനെ. ഓക്കെ, ബ്രിട്ടീഷുകാർ ഈ കലാപത്തിന് വിശേഷണം കൊടുത്തത് എന്തായിരുന്നു? ചെകുത്താൻ്റെ കാറ്റ്. ചെകുത്താൻ്റെ കാറ്റ്. ദ എൻഡ് ഓഫ് നാനാ സാഹിബ്. നാനാ സാഹിബിനെ കുറിച്ച് എഴുതിയ
പ്രധാനപ്പെട്ട മറ്റൊരു പുസ്തകമായിരുന്നു ദി എൻഡ് ഓഫ് നാനാ സാഹിബ്. ദി എൻഡ് ഓഫ് നാനാ സാഹിബ് എന്ന പുസ്തകം രചിച്ചാണ് ജൂലിയസ് വെർണെ. ശ്രദ്ധിക്കുക, PSC ഓറിയന്റഡ് ആയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പുസ്തകങ്ങൾ സവർക്കറിന്റെ പുസ്തകം, അശോക് മേത്ത, മാനസപ്രവാസ്, അമൃതം തേടി. ഈ 4 പുസ്തകങ്ങളും മസ്റ്റായി പഠിക്കേണ്ടതായിരുന്നു. 1957 ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം എന്ന പുസ്തകം രചിച്ചത് VD സാവർക്കർ, മഹത്തായ വിപ്ലവം എന്ന പുസ്തകം രചിച്ചത് അശോക് മേത്ത, മാനസപ്രവാസ് എന്ന മറാത്ത പുസ്തകം രചിച്ചത് വിഷ്ണു ഭട്ട്, ഗോഡ്സെ, അമൃതം തേടി എന്ന മലയാളം നോവൽ രചിച്ചത് മലയാറ്റൂർ രാമകൃഷ്ണൻ. ബഹദൂർ ഷാ രണ്ടാമനെ നായകനാക്കി എഴുതിയ നോവലാണ് ദ ലാസ്റ്റ് മുഗൾ, ഫാൾ ഓഫ് എ ഡൈനാസ്റ്റി. എഴുതിയ ആളായിരുന്നു വില്യം ഡാർ ലിംബിൾ. അദ്ദേഹം എഴുതിയ മറ്റൊരു പുസ്തകമായിരുന്നു വൈറ്റ് മുഗൾ. നാനാ സാഹിബിനെ കേന്ദ്ര കഥാപാത്രമാക്കി രചിച്ച നോവലായിരുന്നു ഡെവിൾസ് വിൻഡ്, ചെകുത്താൻ്റെ കാറ്റ് എന്ന പുസ്തകം രചിച്ചാണ് മനോഹർ മൽഗോൺകർ. ദ എൻഡ് ഓഫ് നാനാ സാഹിബ് എന്ന പുസ്തകം രചിച്ചാണ് ജൂലിയസ് വെർണെ. ഇത്രയും പുസ്തകങ്ങൾ, ഒരുപാട് പുസ്തകങ്ങളുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, എല്ലാതും കൂടി നമുക്ക് വലിച്ചു വാരി തല കയറ്റി വയ്ക്കാൻ പറ്റില്ല. ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ മാത്രമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പുസ്തകങ്ങൾ. ഇനിയും ഒരുപാട് ആളുകൾ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ RC മജുംദാർ എഴുതിയിട്ടുണ്ട് ദ ശിപ്പായി മ്യൂട്ടിനി ആൻഡ് ദ റിവോൾട്ട് ഓഫ് 1857, ദ എസ്സേ ഓഫ് 1857 റിവോൾട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സർ സയ്യിദ് അഹമ്മദ് ഖാൻ ഉണ്ട്. അത്തരത്തിൽ JB മല്ലീസൺ എഴുതിയിട്ടുണ്ട് പുസ്തകങ്ങൾ, താരാചന്ദ് എഴുതിയിട്ടുണ്ട്, ഒരുപാട് ആളുകൾ എഴുതിയിട്ടുണ്ട്. നമുക്ക് എല്ലാ പോയിന്റുകളും ഉൾപ്പെടുത്തണമെന്നില്ല. പ്രധാനപ്പെട്ട PSC ഓറിയന്റഡ് ആയിട്ടുള്ള ഭാഗങ്ങൾ മാത്രമാണ് ഞാൻ ഇതിൽ കവർ ചെയ്തിട്ടുള്ളത്.